ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞങ്ങളിന്ന് ട്രെയിനിങ്ങിന് വേണ്ടി വന്നതാണ്. ഇതെൻ്റെ ഫ്രണ്ട് ദിവ്യ, ഇതെൻ്റെ ഫ്രണ്ട് അബിഗേൽ ഞാൻ ഒന്നിച്ച വർക്ക് ചെയ്യുന്നത്. ദിവ്യ വേറെ ഹോമില്ല, പക്ഷെ ഞങ്ങൾ ഫ്രണ്ട്സാണ്. അപ്പോൾ ഞങ്ങളിപ്പം ബ്രേക്കിൽ അപ്പോൾ കോഫി കുടിക്കാൻ വേണ്ടി പോയി. ഇനി അവിടെ കാണാം. അബിഗയിലും ദിവ്യയും കൂടെ കുറച്ച് കപ്സ് എടുത്തു. ഞങ്ങളത് നന്നായിട്ട് വാഷ് ചെയ്തിട്ടേ ഞങ്ങളത് യൂസ് ചെയ്യത്തുള്ളൂ. കാരണം എല്ലാവർക്കും ഉള്ള കപ്സ് അല്ലേ, അപ്പോൾ പിന്നെ ഞങ്ങൾക്ക് എന്തോ ഒരു മടി. എന്നിട്ട് ഇതിൽ നമുക്ക് എല്ലാം ഉണ്ട്, ഏത് വേണമെങ്കിലും ചൂസ് ചെയ്യാം. ഞങ്ങൾ ഓൾമോസ്റ്റ് എല്ലാം ട്രൈ ചെയ്തു. ഇപ്പം ഞങ്ങൾ ട്രൈ ചെയ്യാൻ പോകുന്നത് കഫേ മോച്ചയാണ്. അത് നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ ഏതാ വേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ സെലക്ട് ചെയ്താൽ മതി. അപ്പോൾ ഞങ്ങൾ മോച്ചയാണ് എടുത്തത്. ഇത് തന്നെയാണ് അബിഗയിലും എടുത്തത്. അപ്പം നമുക്ക് അബിഗയിലിൻ്റെ അടുത്ത് ചോദിച്ചു നോക്കാം ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്ന്. Which one are you trying? Choco milk. Is it good or bad? Very nice. Oh, okay. Try it. ഇതാണ് ഞങ്ങളുടെ കോഫി. കുഴപ്പമില്ല. ചായയാണോ കോഫിയാണോ? ഇത് കോഫി മോച്ച. ടേസ്റ്റ് എങ്ങനെയുണ്ട്? ടേസ്റ്റ് നോർമൽ കോഫിയുടെ ടേസ്റ്റ്. കാണാനും കൊള്ളാല്ലേ, രസമുണ്ട്. ഇനി ഇത് എന്താ പരിപാടി? ഇത് കഴിഞ്ഞിട്ട് വീണ്ടും നമുക്ക് ട്രെയിനിങ്ങിന് പോകണം. അത് കഴിഞ്ഞിട്ട് ലഞ്ച് ബ്രേക്കിന് കാണാം. എൻജോയ്. ഞങ്ങൾക്ക് പെട്ടെന്ന് പോകേണ്ട വന്ന സമയം ഒട്ടും കിട്ടിയില്ല. 15 മിനിറ്റ് എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ 20 മിനിറ്റ് എടുത്ത് ആസ്വദിച്ച് കുടിച്ചു. അത് കളയേണ്ട വന്ന്. ഇനിയിപ്പോൾ അടുത്ത ലഞ്ച് ബ്രേക്ക് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് 3:30 ഒരു ബ്രേക്ക് ഉണ്ട്. അപ്പോൾ ഞങ്ങളിപ്പോൾ ഓടി കയറാൻ പോവാണ്. സത്യത്തിൽ ഞങ്ങള് ഇവിടെ കഴിക്കാൻ വേണ്ടി വന്നതാ, കഴിക്കാനല്ല കുടിക്കാൻ വേണ്ടിയിട്ട്. എല്ലാം കുടിച്ച് ഞങ്ങൾ മടുത്തു. അപ്പോൾ ഓക്കെ ബൈ. ട്രെയിനിങ്ങിൻ്റെ ഇടയ്ക്ക് ഇരുന്നിട്ട് ബലൂൺ ഉണ്ടാക്കിയിട്ട് ബലൂണിന് താടിയും മീശയൊക്കെ വരച്ച് കൊടുക്കുകയാണ്. താടിയും മീശയും ഒക്കെ വരച്ചിട്ട് അതിനെ ഷേവ് ചെയ്യാൻ പോവാണ് ദിവ്യ. ഞങ്ങൾ അതിൻ്റെ ഇടയ്ക്കൊക്കെ നമുക്ക് ഇങ്ങനത്തെ ഓരോ ഫൺ ആക്ടിവിറ്റീസ് ഉണ്ടായിരുന്നു. അപ്പോഴത്തേന് അബിഗയിൽ പറയുമോ അതിന് കുറച്ചും കൂടെ താടി വേണം, ഇതിപ്പോൾ കുറച്ചേ ഉള്ളെന്ന് പറഞ്ഞിട്ട് അബിഗയിലും അവിടെ നിന്നിട്ട് എന്തൊക്കെയോ വരയ്ക്കുമായിരുന്നു. അതിന് ഒരാൾ ഷേവ് ചെയ്യുന്നു, ഒരാൾ താടി വരച്ചുകൊണ്ടിരിക്കുമായിരുന്നു. കൊള്ളായിരുന്നു, നല്ല ട്രെയിനിങ് ആയിരുന്നു. അങ്ങനെ ഇവിടെ ലഞ്ച് ബ്രേക്കായി. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ ലഞ്ച് കഴിക്കാൻ വേണ്ടി വന്നു. അബിഗേലിനെ കണ്ടില്ല അവിടെ പോയെന്ന്. അപ്പോൾ ഞങ്ങൾ അതെ, അബിഗേലിനെ കാണുന്നില്ല. ഫോൺ വിളിച്ച് പോയത് എവിടാന്ന് അറിയത്തില്ല. അപ്പോൾ ഞങ്ങൾ എന്താ കൊണ്ടുവന്ന് കാണിച്ചു. അപ്പോൾ ദിവ്യ എന്തെന്ന് കൊണ്ടുവന്ന? ഞാൻ ഇന്ന് ക്യാരറ്റും ബീട്രൂട്ടും തോരൻ, ഞാൻ റൈസും ചിക്കൻ കറിയും. അപ്പോൾ നമുക്കത് എന്താണെന്ന് നോക്കാം. എന്താണെന്നല്ലോ ടേസ്റ്റ് എങ്ങനെയുണ്ടെന്ന് കഴിച്ചിട്ട് പറയാം. അപ്പോൾ ദിവ്യയുടെ നല്ല ബീട്രൂട്ട് കറിയായിരുന്നു, അതെനിക്ക് ഇഷ്ടപ്പെട്ടു. എങ്ങനെയുണ്ട് എൻ്റെ ഫുഡ്? അടിപൊളി. നെയ്ച്ചോറാണെന്ന് തോന്നുന്നു. അത് ഞാൻ നെയ്ച്ചോറും ചിക്കൻ കറിയാണ് കൊണ്ടുവന്നത്. നെയ്ച്ചോറെന്ന് പറയാം. അപ്പോൾ ദിവ്യക്ക് അത് ഇഷ്ടപ്പെട്ടതൊക്കെ പറഞ്ഞു. പക്ഷെ ദിവ്യയുടെ കറി നല്ല രസമുണ്ടായിരുന്നു, എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ ഇവിടെ കുറേ പേര് ഇരിപ്പുണ്ട്. അവൻ ഞങ്ങളോട് മീറ്റിങ്ങിന് വന്നിട്ടാ. പിന്നെ ബാക്കി മോളിയുണ്ട്, മോളിനെ കാണിക്കാൻ. മോളി ഇവിടെ ഇല്ല, മോളിനെ കാണുമല്ല. അപ്പുറത്തെ സൈഡിൽ മോളിയുണ്ട്. കണ്ടു, ഇതാണ് ഞങ്ങളുടെ ഫ്രണ്ട് മോളി. ഇനി വേറെ ഒരെണ്ണം അതിൻ്റെ പേരെന്തായിരുന്നു? സുന്ദരിയാണോ? സുന്ദരീനെ പേരറിയില്ല, അവരുടെ പേര് അറിയത്തില്ല, പക്ഷെ കാണാൻ നല്ല രസമാണ്. ഇത് പിന്നെ മോള്. അങ്ങനെ ഞാൻ കഴിച്ചു കഴിഞ്ഞു. പക്ഷെ ഇവിടെ ഒരാളിപ്പോഴും കഴിച്ചോണ്ടിരിക്കുന്നതേ ഉള്ളൂ. അതാ മറ്റേ ചക്കൻ കഴിച്ചു കഴിഞ്ഞെന്ന് തോന്നുന്നു. അവൻ്റെ പേരെന്താണെന്നോ ഉണ്ടോ? അവൻ കഴിച്ചിട്ട് അവൻ എന്തോ നൂഡിൽസ് ആണ് കൊണ്ടുവന്ന്. മറ്റേ ട്രാൻസ്പെറൻ്റ് ആയിട്ടിരിക്കുന്ന നൂഡിൽസ് അവൻ കൊണ്ടുവന്ന് അവൻ പോയി. അവന് ദേഷ്യം വന്നിട്ട് എന്തോ സമയമായി. ഞങ്ങള് ഇവിടെ കഴിക്കുന്നതേ ഉള്ളൂ. കയ്യിലൊക്കെ അച്ചാറ് കുഴപ്പമില്ല. ഇവിടെ ഞങ്ങൾ ഭയങ്കര സ്ലോയൊന്നല്ല, ആസ്വദിച്ച് ഞങ്ങൾ ഇരിക്കുന്ന സ്ഥലം ഇവിടെ ആയിരുന്നു, ഇതിന്റെ ഉള്ളിലായിരുന്നു. അപ്പൊ അവിടെ കുറച്ച് ആൾക്കാരുള്ളതുകൊണ്ട് ഞാൻ സ്പൂൺ വെച്ച് കഴിച്ചു. ഇവിടെ ഞങ്ങൾ ഇന്ന് സ്പൂൺ കൊണ്ടുവന്നില്ല. അപ്പൊ പിന്നെ പെട്ടെന്ന് ഞാൻ കഴിച്ചു കഴിഞ്ഞ് ഇങ്ങനെ ഇരിക്കുക. അതെ, നല്ല വിശപ്പുണ്ട്. അതാ എന്തോ ചെയ്യാൻ, വിശപ്പിന്റെ ഒരു അസുഖമാണ്. എന്തോ പണ്ടോട്ട് അങ്ങനെയാ. ഇത് ഞങ്ങളുടെ ട്രെയിനിങ്ങിന് വരുന്ന അവൻ നോക്കും. ഇപ്പം അവൻ ഒരു വായ നോക്കിയാലൊന്നും ഇനി ഞങ്ങൾ അവനെ മൈൻഡ് ചെയ്യുന്നില്ല. വിളിക്കേണ്ട താമസമില്ല, നമ്മളെ കണ്ടാ ഓടി വരും. അത് ഷാറൂഖ് ഖാനെ പോലെ നടക്കുന്നത്. കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ച് ഉച്ചയ്ക്ക് പോകാൻ അല്ല, രാത്രി കിടക്കുമ്പോഴും അവൻ കൂളിംഗ് ഗ്ലാസ് വെച്ചിട്ടായിരിക്കും ഉറങ്ങി. വേറൊരു വെടലിൽ ചെറുക്കനും കൊണ്ടുണ്ട്.
അവൻ വരുന്നതിന് മുമ്പ് നിങ്ങൾ അടുത്ത വീഡിയോയിൽ കാണാം. ഞാൻ പറഞ്ഞില്ലേ അവൻ കറങ്ങി കറങ്ങി വരും. അവൻ കറങ്ങി കറങ്ങി വന്നിട്ട് വെച്ചു ഫുഡിങ് ഉണ്ടായിരുന്നു, നിങ്ങളാണോ കുക്ക് ചെയ്തതെന്നൊക്കെ ചോദിച്ചാൽ ഇവിടെ കറങ്ങി കറങ്ങി നടക്കുക. അതിൻ്റെ അടുത്താണ്. അങ്ങനെ ഞങ്ങളുടെ ബ്രേക്ക് കഴിഞ്ഞിട്ട് 2 മിനിറ്റായിട്ടും ഞങ്ങൾ ഇങ്ങനെ എല്ലായിടത്തും വെക്കുന്നതേ ഉള്ളൂ. ഇനിയിപ്പം ഞങ്ങൾക്ക് അങ്ങോട്ട് നടന്ന് പോകണം. ഞങ്ങൾക്ക് ഇനിയിപ്പം ഇപ്പം തുടങ്ങിയിട്ട് ഇനിയൊരു 2:30 എങ്ങാണ്ട് ഒരു ബ്രേക്കും കൂടെ ഉണ്ട്. ബ്രേക്ക് ഉള്ളതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. നമുക്ക് 4 മണി വരെ 9:30 തൊട്ടിട്ട് 4 മണി വരെ 2 ദിവസം ഉണ്ടായി. ഞാൻ ഇന്നലെ 8:30 വന്ന്. അപ്പം ഇന്ന് ഞാൻ ലേറ്റ് ആയിട്ടാ വന്നേ. ഇന്നലെ 8:30 വന്നു. അതാ 9:45 വന്നില്ല. പക്ഷെ ഒരു തുടങ്ങിയില്ല. മറ്റേ ചെക്കനും വരാത്തോണ്ട് മറ്റേ നൂഡിൽസ് വരാൻ അവനും വരാത്തോണ്ട്. പക്ഷെ ചിലവരൊക്കെ വരാഞ്ഞിട്ട് ചിലവരൊക്കെ അന്വേഷിച്ചു. അങ്ങനെയാണ് ഇവിടുത്തെ സ്നേഹം. അതെന്തോ ചെയ്യാനാ, കണ്ടിട്ടോലും ഇല്ല. അവന്മാര് എന്നെ കൂടെ ആ ഹോമിലോട്ട് വിളിക്കുന്നു. അതെ ഇന്നലെ വിളിച്ചു. ഒരുത്തൻ ടീം ലീഡറാണ്. അപ്പൊ പിന്നെ നമുക്ക് പണിയെടുക്കണ്ട എല്ലാവർക്കും. ഏത് മറ്റേ പൊക്കമുള്ളവൻ 2 ടീം ലീഡറാ. 2 ടീം ലീഡർമാരാണ്. അതാണ് സ്നേഹം. അതെ വളരെ സ്നേഹം. എന്റെ ഹോമില് നല്ല സ്നേഹം ആൾക്ക്. അവൻ ഭയങ്കര കെയറേട്ടനാണ്. അപ്പൊ പിന്നെ ഞങ്ങൾ ഇനിയിപ്പം കയറിയിട്ട് അടുത്ത ബ്രേക്കിന് കാണാം. ഓക്കെ ബൈ. അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ ലാസ്റ്റ് ബ്രേക്കിന് വന്നു. ഇപ്പൊ അബിഗലിനെ കിട്ടി. അബിഗൽ ഭയങ്കര കാറ്റൂടെ. അത് നല്ല കാറ്റുണ്ട്. അപ്പൊ ഞങ്ങൾ ഇനിയിപ്പം ഓക്കെ അപ്പൊ കോഫി കുടിക്കാൻ വേണ്ടി പോവാണ് എല്ലാരും. അപ്പൊ അതെ ഇനിയിപ്പോ ഞങ്ങക്ക് ട്രെയിനിങ്ങിന് എന്നുള്ള എനിക്കിനി മാസം ഉണ്ട്. എനിക്കിനി അടുത്ത മാസമേ ഉള്ളൂ. അബിഗലിനൊന്നും മനസ്സിലാകുന്നില്ല. അതെ പിന്നെ ഞങ്ങളുടെ ഹോമും നമ്മളിപ്പം വേറെ ഹോമിലോട്ട് മാറും. അപ്പൊ പിന്നെ ഞങ്ങൾ ഞാൻ എന്റെ ഹോമിലേക്ക് വരെ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. എപ്പോഴും വേണമെങ്കിലും എന്റെ ഹോമിലേക്ക് വരാം. എപ്പോ വേണമെങ്കിലും 7 നിമിഷം വേണമെങ്കിൽ വരാം. അതാ മാനേജർ എന്റെ അമ്മയുടെ മോളാണ്. ഈ അബിഗയിൽ എല്ലാത്തിനും ഒക്കെ ഇറങ്ങുന്നുണ്ടൊന്നും മനസ്സിലാവുന്നൊന്നുമില്ല പാവം. അപ്പൊ ഞങ്ങള് നല്ല വെയിലുണ്ടല്ലേ, വെയിലും കാറ്റും തണുപ്പും. നൈസ് ക്ലൈമറ്റ്. അപ്പൊ ഞങ്ങൾ ഇനി അങ്ങോട്ട് പറന്ന് പോട്ടെ. നല്ല കാറ്റാ കണ്ടോ. ഇവിടെ കുറെ കാറുകളുണ്ട്. ഇതിൽ ഇവരുടെ തന്നെ വണ്ടികളാണ്. ഇത് അവരുടെ മെയിൻ ഓഫീസ്, ട്രെയിനിങ് റൂം എല്ലാം ഉണ്ട്. അപ്പൊ ഞങ്ങൾ കോഫി കുടിക്കുന്നതാണെങ്കിൽ ഇപ്പൊ ഞങ്ങൾ 3 പേര് മാത്രമേ ഉള്ളൂ. അപ്പൊ ഞങ്ങൾക്ക് എന്തെടുക്കണമെന്ന് അബികൾ എന്തൊക്കെ സംസാരിക്കാൻ മനസ്സിലാവില്ല. അപ്പൊ ഇപ്പൊ ഓക്കെ ഞങ്ങളെല്ലാം ട്രൈ ചെയ്തത്. ഇനിയിപ്പോ നമ്മൾ ക്യാപിച്ചിനോയും ചോക്ലേറ്റും ആണ് ട്രൈ ചെയ്യാൻ പോകുന്നത്. ഇത് കൊള്ളൂല, ഇത് കുഴപ്പമില്ല, ചോക്കോ മിൽക്ക് കുഴപ്പമില്ല, കഫേ മോച്ച് നമ്മൾ രാവിലെ ട്രൈ ചെയ്തു. ഞാൻ എന്നിട്ട് ചോക്ലേറ്റാണ് ഇപ്പോൾ ഈ വട്ടം എടുത്തത്. പക്ഷേ ചോക്ലേറ്റ് ആണെങ്കിൽ എനിക്ക് ആ ടേസ്റ്റ് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് ഞാൻ എന്തെന്ന് വെച്ചാൽ ഞാൻ എടുത്തിട്ട് കുറച്ച് കളഞ്ഞു. എനിക്കങ്ങനെ നന്നായിട്ട് ഇഷ്ടപ്പെട്ടില്ലായിരുന്നു. ഞാൻ ഓൾമോസ്റ്റ് എല്ലാം ട്രൈ ചെയ്തു, പക്ഷേ എല്ലാം ഞാൻ കുടിക്കാൻ നോക്കുന്നതാണ്. എനിക്കിങ്ങനെ ഓരോ വെറൈറ്റി ഡ്രിങ്ക്സ് ആയാലും ഫുഡ് ഐറ്റംസ് ആയാലും എനിക്ക് ഇഷ്ടമാണ് ഇങ്ങനെ ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷെ ചിലതൊക്കെ നന്നായിട്ട് ഫ്ലോപ്പായി പോകാറുണ്ടായിരുന്നു. അതിലൊന്നായത് ചോക്കോ മിൽക്ക് കുടിച്ചിട്ട് അബിഗൽ ഉറങ്ങിപ്പോയി. What happened after drinking the choco milk? Oh, I felt refreshed and better. And what did you do? You fell asleep? Yeah. I went to bed to sleep. Can you sugar? What flavor? Is it bitter flavor? Yeah, no bitter flavor, but I So like which sugar one you- taste. This is cappuccino. Okay. I had it full sugar. അബിഗൽ അത് ടെസ്റ്റ് ചെയ്തിട്ട് കൊള്ളൂല. How are you feeling now? Better is better. I'll still have to add 1 more sugar. Then we are good to go. How are we gonna fight? Yeah, fried. I hope we don't sleep in there. അപ്പൊ ഞങ്ങൾ ഇനി അത് കുടിക്കുന്നതാണ്. ഏതെടുത്തേ? ഞാൻ ചോക്കോ മിൽക്ക്. ചോക്കോ മിൽക്ക്. ചോക്കോ മിൽക്ക് ഒരാൾക്ക് ഇഷ്ടമായിട്ട് വീണ്ടും ചോക്കോ മിൽക്ക് എടുത്തു. അതെ ഇത് എന്റെ ക്യാപിച്ചിനോ. ഞങ്ങള് 4 ഷുഗർ ഇട്ടു. എന്നിട്ട് സെറ്റായോ? ഇല്ല അബിഗയിൽ 5 ഷുഗർ ഇട്ടിട്ടുണ്ട്. നോക്കാം.
അബിഗയിൽ വാടി. അബിഗയിൽ ഞങ്ങളുടെ കൂടെ നടന്നിട്ട് ഇപ്പം മലയാളത്തിൽ ഞങ്ങൾ എന്തെങ്കിലും പറയുമ്പോൾ തന്നെ അബിഗയിൽ പറഞ്ഞിട്ട് ചിരിക്കുന്നുണ്ട്. അതൊന്നും മനസ്സിലാവത്തില്ല. നേരത്തെ ചോക്കോ മിൽക്ക് കുടിച്ചിട്ട് അബിഗയിൽ ക്ലാസ്സിൽ കിടന്ന് ഉറങ്ങിപ്പോയി. ലഞ്ച് പോലും കഴിച്ചില്ല. ഞങ്ങൾ നിന്നപ്പോഴത്തേന് അബിഗയിൽ നല്ല ഉറക്കം, എണീറ്റ്. അപ്പൊ ഞാൻ എന്റെ ക്യാപ്പിച്ചിനെ കുടിച്ചിട്ട് നോക്കാം. ടേസ്റ്റ് ഉണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട്. കുഴപ്പമില്ല. പക്ഷെ അമേരിക്കാനോ ഇതേക്കാൻ കൊള്ളത്തില്ല. പിന്നെ നമ്മൾ എക്സ്പ്രസോ ട്രൈ ചെയ്തില്ല, കാരണം അത് കയ്പായിരിക്കും. ബാക്കി നല്ല ഞാൻ ഏതെടുത്തിട്ട് കളഞ്ഞ് വൈറ്റ്. ഞങ്ങൾക്കൊരു അബദ്ധം പറ്റി. ഞങ്ങള് കോഫി ലാറ്റ് എടുത്തിട്ട് അതിനകത്ത് സ്വീറ്റ്നർ ആഡ് ചെയ്ത് കൊടുത്ത്. അതാണ് ഒരുമാത്ര വെള്ളത്തിൽ മധുരം കലക്കിയ പോലത്തെ ടേസ്റ്റ് ആയിരുന്നു. അതെ, എന്തായാലും കുഴപ്പമില്ല. ഒന്നുമില്ലാത്താനും ഇത് തെറ്റാണ്. അവരൊക്കെ സിഗരറ്റ് വലിക്കാനൊക്കെ പോകും. പക്ഷെ ആ സമയം കൊണ്ട് നമ്മൾ ഓരോ കോഫി ട്രൈ അങ്ങനെ വലിക്കാറൊന്നുമില്ല, കാണാറുള്ളൂ. ഞങ്ങൾ ഓരോ കോഫി ട്രൈ ചെയ്യും. അബിഗലത്തേനും ഇനിയിപ്പോ ഞങ്ങള് കുടിച്ചൊക്കെ കഴിഞ്ഞിട്ട് ഇനിയിപ്പോ കേറാൻ സമയം. ഇനിയിപ്പോ എത്ര മിനിറ്റ് ഉണ്ട്? 1 മിനിറ്റ് ഉണ്ട്. ഞങ്ങൾക്ക് 1 മിനിറ്റ് ഉണ്ട്. അതിന്റെ ഇടയ്ക്ക് ഞങ്ങൾ ഞങ്ങൾ എപ്പോഴും കളഞ്ഞിട്ട് ലേറ്റ് ആയിട്ടാ പോകുന്നത്. അതുകൊണ്ട് ഈ വട്ടം ഞങ്ങള് എന്തായാലും ലേറ്റ് ആയിട്ടേ പോകുന്നുള്ളൂ. എന്തായാലും ഒരു 5 മിനിറ്റ് ലേറ്റ് ആയിട്ട് പോകും. കോഫി കുടിച്ച് കഴിഞ്ഞിട്ട് പെത്തിയെ പോവാന്ന് വിചാരിച്ചു. പക്ഷെ എനിക്കാണെങ്കിൽ ഇത് കുടിക്കാനും വയ്യ. അത് ഇഷ്ടപ്പെട്ടോ? എനിക്കിഷ്ടം. അതിന് ഹോട്ട് ചോക്കോ മിൽക്ക് അല്ലേ? ഞങ്ങളിപ്പോ ഹോട്ട് ചോക്ലേറ്റ് എടുത്തിട്ട് കളഞ്ഞു, കൊള്ളത്തില്ല. ഇത് പിന്നെ കുഴപ്പമില്ല. പിന്നെ വിശക്കണുണ്ട്. ക്രിസ്പൊക്കെ ഉണ്ട് ഇവിടെ. പക്ഷെ നമ്മള് കോയിൻ കൊണ്ടുവന്നിട്ടില്ലല്ലോ, ഉണ്ട്. പിന്നെ ഞങ്ങൾ അതെടുത്തില്ല. കാർഡ് മാത്രമേ ഉള്ളൂ. ഞങ്ങൾ ടാപ്പ് ചെയ്യാറുള്ളൂ. ഞങ്ങൾക്ക് ഇങ്ങനെ കോയിൻസ് ഒന്നും ഇടുന്ന ഇഷ്ടമല്ല. ഞങ്ങൾ കോയിൻസ് ഒന്നും അങ്ങനെ എടുത്തോണ്ട് നടക്കാറില്ല. ഞങ്ങൾ ഉള്ളി കാർഡല്ലേ. ഞങ്ങക്ക് ഇവിടുന്ന് വേറെ ഇംഗ്ലീഷുകാര് ബ്രിട്ടീഷുകാർ എത്ര പേരുണ്ടായിരുന്നു? അത് ബ്രിട്ടീഷ് അല്ല അവള്. അല്ലേ? പിന്നെ അവള് റൊമാനിയ ആണ്. അമ്മച്ചി മറ്റവളുമാണ് കൂട്ട്. കാരണം അവർ രണ്ടുപേരും ഇടയ്ക്കിടയ്ക്ക് സിഗരറ്റ് വലിക്കാൻ വേണ്ടി പോകുന്നത്. സിഗരറ്റ് ഫ്രണ്ട്സ് ആണ്. നമ്മള് കോഫി. അബിഗയിൽ ഞങ്ങളുടെ ഇടയ്ക്ക് വന്നിട്ട് പെട്ടുപോയതാ. അബിഗൽ എൻ്റെ കൂടെ ഹോമിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ ഞങ്ങൾ രണ്ടുപേരും നൈറ്റ് ഇതെനിക്ക് ഡ്യൂട്ടി എടുത്തിട്ട് അബിഗൽ ഞാൻ കിച്ചണിൽ നിന്ന് ഓരോന്നൊക്കെ ഉണ്ടാക്കി കൊടുക്കും. നിങ്ങളുടെ ഹോമിൽ വരുവാണെങ്കിൽ നമുക്ക് 3 പേർക്കും. അപ്പൊ ഇനി ഞങ്ങളിത് കുടിച്ച് കഴിഞ്ഞിട്ട് കാണാം. ഞാൻ മെയ്ഡ് ഇൻ കാശ്മീരിയാണെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എൻ്റെ പേര് ഇപ്പോഴാണ് ചോദിക്കുന്നത് എന്തുകൊണ്ട് കാശ്മീരിൽ നിന്ന് ഇട്ടുന്ന്. ഇനിയിപ്പോൾ അബിഗയിലും കൂടെ വന്നിട്ട് പറഞ്ഞു കൊടുക്കാം. ഞങ്ങളിങ്ങനെ നടന്ന് വരുക, പക്ഷെ അബിഗയിലിനെ കാണുന്നില്ല. അബിഗയിൽ അവിടെ എന്തൊക്കെയോ പറഞ്ഞോണ്ടിരിക്കും. കം ഫാസ്റ്റ്. അബിഗയിൽ ആറിനെയൊക്കെ വിളിക്കുന്നു. അബിഗയിലിന് 4 പിള്ളേരുണ്ട്. ഞാൻ വെച്ചിട്ട് 2 പിള്ളേരെ ഉള്ളെന്ന്. അബിഗയിലിന് 2 ഗേൾസ് 2 ബോയ്സ് ഉണ്ട്. പാവം ബിസി ലൈഫാണ് അബിഗേലിന്റെ. എന്തോ ചെയ്യാനാ, കുടുംബം പ്രാരാബ്ദം. Yeah, it's too short. So short. Yeah. What can we do with 15 minutes? We need some more minutes. Yeah, some more. Paid break. അബിഗേലിന് ബ്രേക്ക് 15 മിനിറ്റ് പറ്റൂലെന്നാണ് പറയുന്നത്. എന്തോ അബിഗേൽ സുഖമാണോ? സുഖമാണോ? Yes. സുഖമാണ്. ഫുഡ് കഴിച്ചോ? Food കഴിച്ചോ? What does that mean? Have you had your lunch or something food? Oh no yet. Yeah, just Slept. See, that's it. അപ്പൊ എല്ലാരും കേറി. അപ്പൊ ഇനി പിന്നെ കാണാം. ബൈ. അങ്ങനെ ഞങ്ങളുടെ ട്രെയിനിങ് കഴിഞ്ഞു. ഇപ്പൊ 4:30 അങ്ങനെ ഞങ്ങൾ പോവാണ്. ഇനിയിപ്പോ അടുത്ത ട്രെയിനിങ് ഉണ്ടെങ്കിൽ കാണാം. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ. അബിഗേൽ ഓടിപ്പോയി. അപ്പൊ അബിഗേലിന്റെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പൊ എല്ലാരും പോയി. ഞങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പൊ ഞങ്ങൾ പോവാണ്. ബൈ.